ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വൈറൽ ഇഫ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വരഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കല്ല് വെച്ചിട്ട് അങ്ങനെ ഇടിച്ചു കൊടുത്താൽ നല്ല ജ്യൂസി ടെക്സ്ചറായിട്ട് കിട്ടും സംഭവം. അങ്ങനെ പിന്നെ മസാല പുരട്ടാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈര് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യും. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലൊരു 4 മണിക്കൂർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാനത് ഓവർനൈറ്റ് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം എടുക്കുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാൻ വെച്ച് ചൂടായി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽറ്റായപ്പോൾ അതിലേക്ക് ചിക്കൻ വെച്ചു. അതിൻ്റെ മേലെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ വേവിക്കണം, എന്നാലേ നമുക്ക് എന്താ പറയുക നല്ല രീതിക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ജ്യൂസി ടെക്സ്ചർ എന്ന് പറഞ്ഞില്ലേ മുന്നേ, ആ ഒരു രീതിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചും നന്നായിട്ട് വേവിക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിൻ്റെ സ്പെഷ്യൽ മയോണൈസാണ്. 5 വെളുത്തുള്ളി, 3 പുഴുങ്ങിയ മുട്ട, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ 2 സ്ലൈസ് ചീസ്, കുറച്ച് പാല്, കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്രീമി ടെക്സ്ചറിലൊരു മയോണൈസ് കിട്ടും. അത് നമ്മൾ വെന്ത ചിക്കനിലേക്ക് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഇഫ ചിക്കൻ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നത്. നാട്ടിൽ തന്നെ ഉള്ള കേട്ടോ. അപ്പം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രഞ്ജു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പൊന്നു അതിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിക്കുന്നു. ഞങ്ങളങ്ങനെ 4 പേരും കൂടി ഇരുന്ന് കഴിക്കാം കേട്ടോ. പൊന്നു അവരെല്ലാവരും സെൻറ്ററിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീഡിയോ എടുക്കുന്ന ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ ടേസ്റ്റ് ചെയ്യണ്ടേ, അങ്ങനെ ഏട്ടനും വന്ന് ടേസ്റ്റ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മളെ എഴുത്തിമ്മയും കൂടെ വന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ എഴുത്തിമ്മയ്ക്കും കുറച്ച് കൊടുത്തു. എഴുത്തിമ്മ ടേസ്റ്റ് ചെയ്തു കേട്ടോ. എഴുത്തിമ്മയ്ക്ക് ഇഷ്ടമായി സംഭവം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പ്ലേറ്റ് കാലിയായി. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.